നമ്മൾ കോഴിമുട്ട വാങ്ങുമ്പോൾ ട്രേ കിട്ടലില്ലേ? ആ ട്രേ വെച്ചാണ് ഇന്നത്തെ ക്രാഫ്റ്റ്. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് കുറച്ച് ഫ്ലവേഴ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ട്രേ നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ റൗണ്ട് ഭാഗം ഒന്ന്. ഇനി ഇതിൻ്റെ വേസ്റ്റ് ഭാഗമാണ് ഇത്. ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ഒരു ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പൂമ്പൊടി പോലത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ആ സംഭവത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനമാണ്. 3 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നീളത്തിലൊരു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ റൗണ്ടിലുള്ളത് നമുക്കൊന്ന് ഇതളുകളൊക്കെ ആക്കി കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കത്രിക വെച്ച് അത് ഇതളുകൾ പോലെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട്. സൈഡിലൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ശരിക്കും ഒരു ഇതള് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവറും റെഡി, പോംപൊടി റെഡി. അത് ചുറ്റാനുള്ള ഒരു പീസാണ് ഈ കാണുന്നത്. അതിൽ ഞാൻ കുറച്ച് ഫെവിക്കോൾ തേച്ചിട്ടുണ്ട്. ഗ്ലൂ തേച്ചിട്ട് അതൊന്ന് ചുരുട്ടി നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി ഈ ഒട്ടിച്ചെടുത്ത സാധനം ഈ ഫ്ലവറിന്റെ സെന്റർ പോർഷനിൽ വെക്കാനുള്ളതാണ്. ഇത് നമുക്കൊന്ന് കളർ ചെയ്ത് കൊടുക്കാം. അതിന്റെ മുന്നോടിയായിട്ട് ഒരു ഗ്ലൂ എടുത്തിട്ട് നമ്മളൊന്ന് ലൈറ്റർ കൊണ്ടൊന്ന് കത്തിച്ചിട്ട് നമുക്ക് പശ കിട്ടുന്ന രീതിയിലാക്കിയിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുത്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഫ്ലവറും പൂമ്പൊടിയും ഒക്കെ ഒന്ന് പെയിന്റ് അടിച്ചെടുക്കാം. ഞാനിവിടെ വൈറ്റ് അക്രിലിക് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പൂമ്പൊടിയുടെ ഭാഗത്തായിട്ട് യെല്ലോ കളറും അടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാ പശ കൊണ്ട് അത് ഒട്ടി കിട്ടുന്നില്ല. അപ്പോൾ പൂമ്പൊടിയുടെ ഭാഗം ഗ്ലൂ ഗണ്ണിന്റെ ഗ്ലൂ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ ഫ്ലവർ ഇവിടെ നല്ലതുപോലെ പെയിന്റ് അടിച്ച് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അത് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പേപ്പർ എടുത്തിട്ട് ഗ്രീൻ കളർ അതൊന്ന് രണ്ടായിട്ട് മുറിച്ചിട്ട് തണ്ടാക്കി എടുക്കണം. അപ്പോൾ അത് ചുരുട്ടിയിട്ട് തണ്ടുണ്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് തണ്ടിന്റെ മറ്റേ അറ്റ കട്ട് ചെയ്തിട്ട് 3 ഇതള് പോലെ ആക്കിയെടുക്കാം. അടിഭാഗം കൂടുതലുള്ള കുറച്ച് കട്ട് ചെയ്യാം. മറ്റേ പീസ് കൊണ്ട് നമുക്ക് ലീഫ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലീഫിന് വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് കളർ പെയിന്റ് എടുത്തിട്ട് ഒന്ന് ഇതേപോലെ വരച്ചു കൊടുത്ത് എടുക്കുന്നുണ്ട്. ഇതൊന്ന് ഉണങ്ങി വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ഗ്ലൂ എടുത്തിട്ട് തണ്ടുമ്മേ ഗ്ലൂ തേച്ചിട്ട് നമ്മുടെ ഫ്ലവർ ഉണങ്ങിയിട്ടുണ്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുത്തെടുക്കുന്നുണ്ട് ഇതേപോലെ. അപ്പോഴത്തേനും നമ്മുടെ ലീഫ് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫും ആ ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. കുറച്ചൊന്ന് മെനക്കെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവർ ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇത് വേസ്റ്റ് സാധനങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണെന്ന് അറിയ പോലും ചെയ്യൂല. അപ്പൊ ഞാൻ ഒരു കളറല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. വൈറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്, അതേപോലെ റെഡ് ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഫ്ലവർ എല്ലാം കൂടി ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ പറയാ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ പോന്നോട്ടെ. അപ്പോൾ ഇനി ഫ്ലവർ വേസിന് വേണ്ടിയിട്ട് ഒരു പേപ്പർ കപ്പ് എടുത്തിട്ടുണ്ട്. അതിലൊന്ന് ഇൻസുലേഷൻ ടാപ്പ് ഒട്ടിച്ച് ഒരു സ്ക്വയർ പോലെ ആക്കിയിട്ടുണ്ട്. അതിൽ ഫ്ലവറൊക്കെ ഒന്ന് വെച്ച് കൊടുത്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബ്രൗൺ കളറിലൊന്ന് വരച്ചു കൊടുത്തെടുക്കുന്നുണ്ട്. മറ്റേത് മറക്കല്ല, ലൈക്കും ഷെയറും സബ്സ്ക്രൈബും.